ശംസികായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഇരകൾ ജയിലിനകത്ത്, വേട്ടക്കാർ പുറത്ത്. അത്യധികം വേദനാജനകമായ ഒരു വിഷയമാണിത്. നിയമപരമായി നമ്മൾ ചെയ്യുന്ന, സത്യസന്ധമായി നമ്മൾ ചെയ്യുന്ന ഉപവിയുടെ പ്രവൃത്തികൾ, അത് മനസ്സിലും ഹൃദയത്തിലും വെറുപ്പ് ആർക്കെങ്കിലും ഉളവാക്കുന്നുണ്ടെങ്കിൽ അതൊരു പൈശാചിക സാന്നിധ്യമാണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞുകൊള്ളണം. ഈ ഗവൺമെൻറ്റിൻ്റെ ഭീകരമായ ഒരു ഭരണകൂടത്തിൻ്റെ ഭീകരമായ തേർവാഴ്ച എന്ന് പറയാം. ഭരണകൂടം തനിക്ക് ഇഷ്ടമില്ലാത്തവരെ ഏത് വിധത്തിലും തകർത്ത് തരിപ്പണമാക്കുവാൻ ശ്രമിക്കുന്ന ഹീനമായ പ്രവൃത്തി, നിയമവ്യവസ്ഥയുമെല്ലാം സ്വന്തം പാർട്ടിക്കാരുടെ ഹിതമനുസരിച്ച് ഒരു ഭരണകൂടം അട്ടിമറിക്കാൻ ശ്രമിക്കുമ്പോൾ ദേശത്തുണ്ടാകുന്ന അരാജകത്വം ചില്ലറയൊന്നുമല്ല. സർക്കാരിൻ്റെ അഭിഭാഷകൻ കോടതിയിൽ വാദിക്കുകയാണ്, ഈ നിയമം ലംഘിക്കാത്ത ഇരയായ വ്യക്തിയെ ജാമ്യം കൊടുക്കാൻ പാടില്ലെന്ന്. ഒരേ സമയം എന്നാൽ സർക്കാരിൻ്റെ ഇരട്ടത്താപ്പ് ശ്രദ്ധിക്കണം. സർക്കാർ പറഞ്ഞു വയ്ക്കുന്നത് ഇരയ്ക്കൊപ്പമാണെന്നാണ്, ഒപ്പോൾ തന്നെ വേട്ടക്കാരനൊപ്പവും നിൽക്കുകയാണ്. രണ്ടും കൂടെ ചേർന്ന് എങ്ങനെ മുന്നോട്ട് പോകും? ഞാൻ സൂചിപ്പിക്കുന്നത്, കഴിഞ്ഞ ദിവസം നമ്മളുടെ ബഹുമാനപ്പെട്ട സിസ്റ്റർമാരെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ച വിഷയവുമായി ബന്ധപ്പെട്ട് വളരെ ആസൂത്രിതമായ നീക്കങ്ങൾ എത്രയോ വർഷമായി നടക്കുകയാണ്. പക്ഷേ ഇതിൽ ഈ ബഹുമാനപ്പെട്ട സിസ്റ്റർമാർക്ക് അഭിമാനിക്കാൻ വളരെയേറെ വക നൽകുന്നുണ്ട്. വലിയ വിലമതിപ്പുള്ള സമ്മാനം അവർക്ക് ലഭിക്കുന്നുണ്ട്. അത് സ്വർഗത്തിൻ്റെ സമ്മാനമാണ് എന്ന് പറഞ്ഞാൽ മത്തായി സുവിശേഷത്തിലെ 5-ാം അധ്യായത്തിൽ അതിൻ്റെ 11-ഉം 12-ഉം വചനം വളരെ വ്യക്തമായി പറയുന്നുണ്ട്. എന്നെ പ്രതി മനുഷ്യർ നിങ്ങളെ പീഡിപ്പിക്കുകയും അപമാനിക്കുകയും സകല തിന്മകളും നിങ്ങൾക്കെതിരെ വ്യാജമായി ആരോപിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാരെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ആ വചനം ബൈബിളിൽ എഴുതിയിരിക്കുന്ന പോലെ തന്നെയാണെന്ന് വായിക്കാം. എന്നെ പ്രതി മനുഷ്യർ നിങ്ങളെ പീഡിപ്പിക്കുകയും അവഹേളിക്കുകയും എല്ലാവിധ തിന്മകളും നിങ്ങൾക്കെതിരെ വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. അപ്പോൾ ഈ വചനം ഒരിക്കലും തെറ്റുപറ്റുകയില്ല. ഇതുകൊണ്ട് വളരെ വലിയ നന്മയുണ്ടാകും, വലിയ ഭാഗ്യമുണ്ടാകും. എന്നിട്ട് ആ ഭാഗ്യത്തെപ്പറ്റി വളരെ വിശദമായി വിശുദ്ധ മത്തായി സുവിശേഷത്തിൻ്റെ 5-ാം അധ്യായത്തിൻ്റെ 12-ാം വചനം പറയുന്നുണ്ട്. നിങ്ങൾ ആനന്ദിച്ച് ആഹ്ലാദിക്കുവിൻ, സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വളരെ വലുതായിരിക്കും. നിങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്ന പ്രവാചകന്മാരെയും അവർ ഇപ്രകാരം പീഡിപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ദൈവം വലിയ ഒരു നിയോഗം നമ്മളെ ഏൽപ്പിച്ച്, ദൈവം നമ്മളെ ശരിക്കും നമ്മൾ ചെയ്യുന്ന ശുശ്രൂഷ ദൈവം വിലമതിച്ചു എന്നുള്ളതിൻ്റെ ഒരു വ്യക്തമായ അടയാളമാണ്. നമ്മളെ സിസ്റ്റർമാരെയും മറ്റാരെയെങ്കിലും ഇതുപോലെ കുറ്റം ചെയ്യാതെ ജയിലിൽ അടയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്നിട്ട് തോന്നുന്നത് പോലെ എന്തെല്ലാം വിധ വകുപ്പുകളൊക്കെ എഴുതി ചേർക്കുന്നത്. ഏത് വകുപ്പ് വേണമെങ്കിലും തോന്നിവാസം അങ്ങനെ ഒരു പ്രതിക്ക് എഴുതി ചേർക്കാൻ എന്ത് നിയമവ്യവസ്ഥയാണ്? കുറ്റം ചെയ്യാത്ത ഒരാളിന് NIA കോടതിയിൽ പ്രസൻറ്റ് ചെയ്യാൻ തക്ക വിധത്തിലുള്ള കുറ്റം ചെയ്തു എന്നുള്ള ഒരു FIR ഒക്കെ തയ്യാറാക്കുക എന്ന് പറഞ്ഞാൽ ഇത് ഈ നിയമവ്യവസ്ഥയോട് കാണിക്കുന്ന എന്ത് കൂറാണുള്ളത്? ഉദ്യോഗസ്ഥന്മാർ ചെയ്യുന്ന ജോലി രാഷ്ട്രീയക്കാർ അവരുടെ ഇഷ്ടം പോലെ എഴുതിക്കുക എന്ന് പറഞ്ഞാൽ എത്ര ഹീനമായ പ്രവൃത്തിയാണ് ചെയ്യുന്നത്. പക്ഷേ ഇതിൻ്റെ എല്ലാം ഒരു കാര്യം ഉറപ്പാണ്, നമ്മൾ ചെയ്യുന്ന അനുഭവിക്കുന്ന ഈ വിഷമതകൾ, ഈ പ്രതിസന്ധിയൊക്കെ കാണുന്ന ദൈവം നമ്മളെ രക്ഷിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. എൻ്റെ ദൈവം യേശുക്രിസ്തു എനിക്ക് രക്ഷകനായി മാറുന്ന അത്രയും കാലം, യേശുക്രിസ്തു എനിക്ക് രക്ഷകനായി മാറാത്തിടത്തോളം കാലം എനിക്കിതെല്ലാം ഒരു ക്രൈസിസ് ആയിരിക്കും, പ്രതിസന്ധിയായിരിക്കും, ദുഃഖമായിരിക്കും, ദുരിതമായിരിക്കും. എന്നാൽ യേശുക്രിസ്തു എൻ്റെ ജീവിതത്തിൽ രക്ഷകനായി ഒന്ന് അവതരിച്ചു കഴിയുമ്പോൾ എനിക്ക് ഇതെല്ലാം ഒരു ആനന്ദമായി മാറും. നമ്മൾ കേരളത്തിന് പുറത്ത് നമ്മൾ മനുഷ്യക്കടത്തുകാർ, നമ്മൾ മതത്തിലേക്ക് ആളുകളെ ചേർക്കുന്നവർ, എന്തൊരു ഹീനമായ പ്രവൃത്തിയാണ്. ഇരകൾക്കൊപ്പം നിൽക്കേണ്ട ഗവൺമെൻറ്, നിയമവ്യവസ്ഥ ഇന്ന് വേട്ടക്കാരനൊപ്പം സംരക്ഷിക്കുന്നു. വേട്ടക്കാരൻ ഇന്ന് പുറത്ത് നിൽക്കുകയാണ്, അക്രമികൾ പുറത്ത് നിൽക്കുകയാണ്. ഇവർ ശരിക്കും അക്രമത്തിന് വിധേയരായവരെ ജയിലിൽ കിടക്കുന്ന ഒരവസ്ഥ.
അവസ്ഥയുണ്ട്. കാലം ഒന്നിനും കണക്ക് കൊടുക്കാതിരിക്കുകയില്ല എന്ന് ഓർത്തുകൊള്ളണം. അതുകൊണ്ട് മുഖമില്ലാത്തവരുടെ മുഖമായി മാറുവാൻ, സ്വരമില്ലാത്തവരുടെ സ്വരമായി മാറുവാൻ, അസംഘടിതരെ സംഘടിപ്പിക്കാൻ, അവർക്ക് ഒന്നുമില്ലായ്മയിൽ അവരെ ഉയർത്തുവാൻ വേണ്ടി, അവരുടെ ജീവിതത്തിലെ സമസ്ത മേഖലയും ഒന്ന് ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി യേശുവിൻ്റെ ഒരു മനോഭാവത്തോടെ മത്തായി സുവിശേഷം 5:16 ഒരു അഭിഷേകം വ്യാപിക്കാൻ വേണ്ടി, മനുഷ്യർ നിങ്ങളുടെ സത്പ്രവൃത്തികൾ കണ്ട് എൻ്റെ സ്വർഗസ്വനായ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കണം. അതുകൊണ്ട് നമുക്ക് എങ്ങനെയാണ് ഈ വെളിച്ചം മറ്റുള്ള മുമ്പിൽ പ്രകാശിക്കണമെങ്കിൽ ഊർജ്ജം വേണം, ഈ വെളിച്ചം ഊർജ്ജം വേണം. അതുകൊണ്ട് നമ്മളെ പീഡിപ്പിക്കുന്നവർക്ക് നമ്മൾ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ തീർച്ചയായും നമുക്ക് സ്വർഗരാജ്യത്തിന് വേണ്ടി നിലകൊണ്ടു കഴിയുമ്പോൾ സ്വർഗം നമ്മുടെ പ്രവർത്തനങ്ങളെയും പ്രാർത്ഥനകളെയും സ്വീകരിക്കുമെന്നുള്ള കാര്യം സംശയമില്ല. അതുകൊണ്ട് നമ്മൾ വളരെ ശക്തമായി പ്രാർത്ഥിക്കേണ്ട സമയങ്ങളിലൂടെ കടന്നു പോകുന്നത് തീർച്ചയായും തിരിച്ചറിഞ്ഞു കൊള്ളണം. പ്രതികരിക്കേണ്ട വിഷയങ്ങളിൽ ശക്തമായി നട്ടലോടെ പ്രതികരിക്കാൻ നമുക്കുള്ള ഒരു ആർജവമുണ്ടാകണം. ഇപ്പോൾ നന്മയും തിന്മയും നമ്മളൊരു പോരാട്ടമായത്. കാരണം തിന്മയ്ക്ക് വളരെയധികം സ്വീകാര്യത ഇന്ന് ലോകത്തെമ്പാടും വർദ്ധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നന്മയുടെ ദൈവത്തിൻ്റെ യേശുക്രിസ്തുവിൻ്റെ പക്ഷത്തു നിന്ന് നമുക്ക് അവൻ്റെ വചനത്തിൻ്റെ വഴികൾ പിന്തുടർന്ന് വളരെ ശക്തമായി ഈ സ്വർഗം ഒരുക്കുന്ന വഴികളിലൂടെ സ്വർഗം നമുക്ക് ജീവിതത്തിൽ നൽകുന്ന ക്രമീകരണങ്ങളോട് പോസിറ്റീവായി പ്രതികരിക്കാം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ.